കണ്ടാ ഗൈസ്, നമ്മളെ മധുരക്കിഴങ്ങാണ്. നല്ല ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ. ഇതിന് ഉൾഭാഗം നീല കളറാണ്. ഞാൻ വീട്ടിൽ ചെന്നിട്ട് മുറിച്ച് കാണിച്ചു തരാം. കണ്ടാ, ഇനിയും കിഴങ്ങുകൾ ഇരിക്കുകയാണ് സുഹൃത്തുക്കളെ. കണ്ടോ, നമ്മൾ പയറിൻ്റെയും അതിൻ്റെ ഇടവിളയായിട്ട് മത്തൻ, അതിൻ്റെ ഇടവിളയായിട്ട് മധുരക്കിഴങ്ങും കൃഷി ചെയ്തിട്ടുണ്ട്. ഇത് കണ്ട. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദേ നമ്മളെ മധുരക്കിഴങ്ങ് വിളവെടുക്കാൻ പോവുകയാണെന്ന്. ഇത് നീല നിറത്തിലുള്ള മധുരക്കിഴങ്ങാണ്. എന്താ നല്ല മുഴുപ്പുള്ള വള്ളിയാണ്. നിറച്ച് കിഴങ്ങ് കാണുന്നതിൽ വേണ്ട. 2 ബക്കറ്റ് ചാണകപ്പൊടി, 2 ബക്കറ്റ് കോഴിക്കാഷ്ടത്തിലാണ് നമ്മളിത് നട്ടത്. പയറിൻ്റെ ഇടവിളയായിട്ടാണ് നമ്മൾ നട്ടത്. അപ്പോൾ പയറൊക്കെ കാച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിത് ഇന്ന് വെട്ടാൻ പോവുകയാണ്. ഇന്ന് ഒരു ചാക്ക് മധുരക്കിഴങ്ങ് പുഴുങ്ങിയതാണ് നമ്മളിന്ന് ചായയോടൊപ്പം കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിന് വെട്ടുന്ന വീഡിയോയിലേക്ക് പോവാം. ഇതെന്താ നല്ല വള്ളിയാണ് കണ്ട. അപ്പോൾ ഈ മധുരക്കിഴങ്ങിൻ്റെ പ്രത്യേകത, നമുക്ക് 100ാമത്തെ ദിവസം നമുക്ക് വിളവെടുക്കാം. വള്ളി നട്ട് നമ്മൾ വള്ളിയാണ് നടുന്നത്. അപ്പോൾ നമുക്ക് 100ാമത്തെ ദിവസം ഇത് വിളവെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത് നമുക്ക് അടുത്ത് നടാൻ സാധിക്കും. ഈ വള്ളികളൊക്കെ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കണം. വള്ളിയുടെ കനം കണ്ട, നല്ല മനോഹരമായ വള്ളിയാണ് സുഹൃത്തുക്കളെ. അപ്പം വള്ളി ആവശ്യമുള്ളവർ കമൻ്റായിട്ട് ഇടണം കേട്ടോ, എന്തെങ്കിലുമൊക്കെ. നമ്മളൊരു സൈഡിൽ നിന്ന് കിട്ടണം. നമുക്ക് മധുരക്കിഴങ്ങ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു 5-6 ചോടാണ് നട്ടത്. അപ്പോൾ നമുക്ക് ഒരു 50 സെൻറ്റോളം നടാനുള്ള തൈ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട സുഹൃത്തുക്കളെ, ചാണകപ്പൊടിയും കോഴിവളവും ചേർത്ത് നമ്മൾ എന്തിൻ്റെയെങ്കിലും ഇടവിളയായിട്ട് നട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചുവട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു 3-4 കിലോ ഉണ്ട്. അപ്പോൾ ഇത് ഇന്ന് വൈകുന്നേരം ചായയുടെ കൂടെ നമുക്ക് തട്ടാനുള്ളതായിട്ടുണ്ട് സുഹൃത്തുക്കളെ.